കേട്ടറ്റ് HSA പരിശീലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. പക്ഷേ അതിനു മുൻപായി എന്താണ് പേഴ്സണാലിറ്റി? നമുക്കെല്ലാവർക്കും അറിയാം, പേഴ്സണാലിറ്റി ഈസ് എ പേഴ്സൺസ് യുണീക്ക് പാറ്റേൺ ഓഫ് ട്രൈറ്റ്സ്. It is totally of one's behavior towards oneself and others as well. ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളാണ് വ്യക്തിത്വം. അത് തന്നോടും മറ്റുള്ളവരോടുമുള്ള ഒരാളുടെ പെരുമാറ്റമാണ്. നെക്സ്റ്റ്, പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് ധാരാളം മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആൻഡ് പ്രൊജക്റ്റീവ് എന്നിവയാണവ. സബ്ജക്റ്റീവ് മെത്തേഡ്സിൽ വരുന്നവയാണ് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, കുമുലേറ്റീവ് റെക്കോർഡ്. ഒബ്ജക്റ്റീവ് മെത്തേഡ്സിൽ വരുന്നവയാണ് ക്വസ്റ്റിനെയർ, ഇൻവെൻട്രീസ്, റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, സോഷ്യോമെട്രി, സിറ്റുവേഷണൽ ടെസ്റ്റ് തുടങ്ങിയവ. നെക്സ്റ്റ്, പ്രൊജക്റ്റീവ് മെത്തേഡ്സിൽ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പിക്ചർ സിറ്റുവേഷൻ ടെസ്റ്റ്, ഇൻഡെക്സ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് തുടങ്ങിയവയാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് മെത്തേഡ്സിൽ വരുന്നവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്സർവേഷൻ, നിരീക്ഷണം. This is to observe the student with a special purpose. പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വിദ്യാർത്ഥിയെ നിരീക്ഷിക്കുന്നതാണ് ഒബ്സർവേഷൻ. Only relevant information will be accepted and not all available information will be recorded. ലഭ്യമായ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുകയില്ല, പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. Observation comes in many forms. Observation can be made with or without preparations. നിരീക്ഷണം പലതരത്തിലുണ്ട്. തയ്യാറെടുപ്പുകൾ ഇല്ലാതെയും തയ്യാറെടുപ്പുകളോടുകൂടിയും നിരീക്ഷിക്കാം. Observer participated with the observed group. This is participatory observation. നിരീക്ഷിക്കപ്പെടുന്ന സംഘത്തോടൊപ്പം നിരീക്ഷകനും പങ്കെടുക്കുന്നതാണ് പങ്കാളിത്ത നിരീക്ഷണം. നെക്സ്റ്റ്, കേസ് സ്റ്റഡി ഓർ ക്ലിനിക്കൽ മെത്തേഡ്. The clinical method is used for studying the behavior problem of a maladjusted or deviant child. അപസമായോജിതനോ അല്ലെങ്കിൽ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി. ഇവിടെ അപസമായോജിതനായ കുട്ടിയെ കേസ് എന്ന് വിശേഷിപ്പിക്കുന്നു. The complete and detailed study of a state may involve the use of observation, interview, medical examination and use of various psychological tests, etc. ഒരു കേസിൻ്റെ അല്ലെങ്കിൽ മാലഡ്ജസ്റ്റഡ് ചൈൽഡിൻ്റെ പൂർണ്ണവും വിശദവുമായ പഠനത്തിന് നിരീക്ഷണം, അഭിമുഖം, മെഡിക്കൽ പരിശോധന, വിവിധ മാനസിക പരിശോധനകൾ എന്നിവയെല്ലാം ആവശ്യമായി വരുന്നു. Information from all sources is pooled together in a sequential order to prepare a comprehensive case history and locate the causes of maladjustment
എല്ലാ ഉറവിടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ തുടർച്ചയായി ക്രമത്തിൽ ശേഖരിച്ച് സമഗ്രമായ ഒരു കേസ് ചരിത്രം തയ്യാറാക്കി അതിൽ നിന്നുമാണ് കേസിൻ്റെ അല്ലെങ്കിൽ അപസമായോജിതനായ കുട്ടിയുടെ മാലഡ്ജസ്റ്റ്മെൻറ്റിനുള്ള കാരണം കണ്ടെത്തുന്നത്. നെക്സ്റ്റ്, ഇൻ്റർവ്യൂ. It is a system of gathering the necessary information from the face-to-face conversation. മുഖാമുഖ സംഭാഷണത്തിലൂടെ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്ന സമ്പ്രദായമാണിത്. Personal information such as body language, facial expression can be found in the interview. ശരീരഭാഷയും മുഖഭാവവും അഭിമുഖത്തിലൂടെ ലഭ്യമാകുന്നു. Interviews are classified into two: unstructured interview and structured interview. Unstructured interview is conducted according to the demand of the situation without pre-planning the questions. ചോദ്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ സാഹചര്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് നടത്തുന്നതാണ് unstructured interview. In the structured interview, questions to be asked during the interview are planned sufficiently earlier. അഭിമുഖത്തിനിടെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വയ്ക്കുന്നതാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. നെക്സ്റ്റ്, anecdotal records. ഉപാഖ്യാന രേഖ. An anecdote is a record of significant events and behavior in a student's life. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ എടുത്തു പറയത്തക്ക സംഭവങ്ങളും പെരുമാറ്റ രീതികളും രേഖപ്പെടുത്തുന്നതാണ് anecdotal record അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ. It is records information by observing the student in different situations. ഒരു വിദ്യാർത്ഥിയെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിരീക്ഷിച്ച് ഇതിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. Each incident will be recorded separately. The anecdote will explain when and how each event took place. ഓരോ സംഭവവും പ്രത്യേകമായാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ സംഭവവും എപ്പോൾ എങ്ങനെ നടന്നു എന്നതിൻ്റെ വിശദീകരണം ഉപാഖ്യാന രേഖയിലുണ്ടാകും. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, cumulative record. സഞ്ചിത രേഖ. It is a document that records the important information of a student's academic life. വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന രേഖയാണിത്. This includes personal and educational matters. വ്യക്തിപരവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ ഉൾപ്പെടുന്നു. It helps the teacher in appraising the children's assets and liabilities and guide the child in the proper educational and occupational choices. കുട്ടികളുടെ സിദ്ധികളും ഭാഗഭാഗിത്വവും വിലയിരുത്തി ശരിയായ വിദ്യാഭ്യാസ തൊഴിൽപരമായ രംഗങ്ങളിലേക്ക് കുട്ടിയെ നയിക്കുന്നതിനും കുമുലേറ്റീവ് റെക്കോർഡ് അധ്യാപകനെ സഹായിക്കുന്നു. ഇത്രയും മെത്തേഡ്സാണ് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, കുമുലേറ്റീവ് റെക്കോർഡ് തുടങ്ങിയവയാണ് സബ്ജക്റ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് മെത്തേഡ്സും പ്രൊജക്റ്റീവ് മെത്തേഡ്സും വരുന്നുണ്ട്. അത് രണ്ടും ചെയ്തതിന് ശേഷം എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ മുൻ ടെസ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.